ആഗോള വിപണിയിൽ എണ്ണവില കൂടിയതോടെ അസംസ്കൃത എണ്ണവില വർദ്ധിച്ചതോടെ ഒപ്പം എണ്ണയുടെ വരവ് കുറഞ്ഞതോടെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഇന്ധനവില കുത്തനെ ഉയർത്തി. ഇറാൻ US സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾക്ക് പിന്നാലെ പെട്രോൾ ഡീസൽ വില കുത്തനെ വർദ്ധിപ്പിക്കുകയാണ്. ഇത് മൂന്നാം തവണയാണ് യുദ്ധം ആരംഭിച്ച ശേഷം പാകിസ്ഥാനിൽ പെട്രോളിനും ഹൈസ്പീഡ് ഡീസലിനും വില വർദ്ധിപ്പിക്കുന്നത്. ലിറ്ററിന് 26 രൂപ വെച്ചാണ് വർധനവുണ്ടായത്. ഇതോടെ 1 ലിറ്റർ പെട്രോളിൻ്റെ വില 393.35 രൂപയാണ്. ഇന്ത്യയിൽ ഇതിൻ്റെ മൂന്നിലൊന്നിൽ താഴെ വില മാത്രമാണുള്ളത് എന്ന് ഓർക്കണം. നേരത്തെ ഇത് 366 രൂപയായിരുന്നു. ഹൈസ്പീഡ് ഡീസലിൻ്റെ വില 353.42 രൂപയായി ഉയർന്നിരിക്കുകയാണ്. അതായത് ജനം അക്ഷരാർത്ഥത്തിൽ പൊറുതിമുട്ടുകയാണ്. പെട്രോൾ ഡീസൽ വിലയുടെ ഈ വർധനവ് നിരത്തിൽ വാഹനങ്ങളുടെ എണ്ണം കുറച്ചിട്ടുണ്ട് എന്ന കണക്കുകൾ പുറത്തു വരുന്നു. ഒപ്പം പെട്രോൾ ഡീസൽ ഉപഭോഗത്തിലും വലിയ വ്യത്യാസം. പമ്പുകളിലൊക്കെ ആളുകളുടെ കുറവടക്കം പാകിസ്ഥാനെ വല്ലാത്ത തരത്തിൽ ബാധിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇത് മാത്രമല്ല, ഗതാഗത ചെലവുകൾ വർദ്ധിച്ചതിനൊപ്പം ഭക്ഷണ സാധനങ്ങളുടെ വിലയും ഇത് നേരിട്ട് ബാധിക്കുമെന്നതിനാൽ വരും ദിവസങ്ങളിൽ പണപ്പെരുപ്പം അടക്കമുള്ള കാര്യങ്ങളിൽ പാകിസ്ഥാൻ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നുള്ള മുന്നറിയിപ്പ് കൂടി അവിടുത്തെ സാമ്പത്തിക വിദഗ്ധർ നൽകുന്നുണ്ട്.